സ്പില്ലോവർ വർക്കിൻ്റെ എക്സ്പെൻഡിച്ചർ എങ്ങനെ അറിയാമെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. ഇതിപ്പോൾ പുതിയ സാമ്പത്തിക വർഷത്തിന് തുടക്കമായതുകൊണ്ട് തന്നെ കഴിഞ്ഞ മാർച്ചിൽ ബാക്കി മാൻഡേറ്റ്സ് ഉള്ള വർക്കുകളായിരിക്കും ഇപ്പോൾ നൽകിയിട്ടുണ്ടാവുക. കഴിഞ്ഞ മാർച്ച് വരെ ഈ വർക്കിൽ എത്ര മാൻഡേറ്റ്സ് ആയിട്ടുണ്ടെന്നുള്ളത് മേറ്റുമാർക്ക് അറിയാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ വീഡിയോ. അപ്പോൾ ഇത് കറക്റ്റായിട്ട് നോക്കി മനസ്സിലാക്കിയതിന് ശേഷം ആ റിപ്പോർട്ട് എടുത്ത് അതിലെത്ര മാൻഡേറ്റ്സ് ആയിട്ടുണ്ട്, എമൗണ്ട് എത്ര ആയിട്ടുണ്ടെന്നുള്ളത് നോക്കുക. നമ്മുടെ വർക്കിൽ ഇതുവരെ എത്ര എക്സ്പെൻഡിച്ചർ ആയി എന്നറിയാൻ വേണ്ടിയിട്ട് നമ്മൾ പഞ്ചായത്തിൻ്റെ റിപ്പോർട്ടാണ് എടുത്ത് നോക്കുന്നത്. പഞ്ചായത്തിൻ്റെ റിപ്പോർട്ട് എങ്ങനെയാണ് എടുക്കേണ്ടത് എന്നുള്ളത് ഒന്നുകൂടി പറഞ്ഞുതരാം. ആദ്യമായിട്ട് ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യുക. അതിനുശേഷം NREG എന്ന് ടൈപ്പ് ചെയ്ത് എൻ്റർ അടിക്കുക. ഈ വരുന്ന വിൻഡോയിൽ നിന്നും ജനറേറ്റ് റിപ്പോർട്ട്സ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ഈ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കിതിനകത്ത് സ്റ്റേറ്റിൻ്റെ ഓപ്ഷൻ കാണിക്കും. അതിനകത്ത് കേരള എന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇനി വരുന്ന വിൻഡോയിൽ കേരളത്തിലെ എല്ലാ പഞ്ചായത്തുകളുടെയും റിപ്പോർട്ട് ഓപ്പണായി വരും. കേരളത്തിലെ എല്ലാ പഞ്ചായത്തുകളുടെയും റിപ്പോർട്ടുകളുടെ മെയിൻ വിൻഡോ ആണിത്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ആദ്യമായിട്ട് സാമ്പത്തിക വർഷം സ്പിൽ ഓവർ വർക്ക് ആയതുകൊണ്ട് തന്നെ നമുക്ക് 2024-25 എന്നുള്ള സാമ്പത്തിക വർഷമാണ് സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത്. അതിനുശേഷം നിങ്ങളുടെ ഡിസ്ട്രിക്റ്റ്, ബ്ലോക്ക്, പഞ്ചായത്ത് എന്നിവ സെലക്ട് ചെയ്ത് കൊടുത്ത് പ്രൊസീഡ് കൊടുക്കുക. നിങ്ങൾ ഏത് പഞ്ചായത്താണോ സെലക്ട് ചെയ്ത് കൊടുത്തത് ആ പഞ്ചായത്തിനെ കുറിച്ചുള്ള തൊഴിലുറപ്പിൻ്റെ റിപ്പോർട്ട് വിൻഡോയാണ് ഇപ്പോൾ ഓപ്പണായി വന്നിട്ടുള്ളത്. നമുക്കിപ്പോൾ അറിയേണ്ടത് നമ്മുടെ സ്പിൽ ഓവർ വർക്കിൽ എത്ര മാൻഡേറ്റ്സും എക്സ്പെൻഡിച്ചറുമായി എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് R6 രജിസ്റ്റേഴ്സ് എന്നുള്ളതിൽ വർക്ക് രജിസ്റ്റർ ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ കുറേ ലിസ്റ്റ് കാണിക്കും. കഴിഞ്ഞ സാമ്പത്തിക വർഷം നമ്മുടെ പഞ്ചായത്തിൽ നടന്ന എല്ലാ വർക്കുകളുടെയും ഡീറ്റെയിൽസ് ഇതിനകത്തുണ്ട്. നമ്മുടെ വർക്ക് സ്ക്രോൾ ചെയ്ത് കണ്ടുപിടിക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടേറിയ കാര്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ക്രോം വിൻഡോയിൽ ഏറ്റവും മുകളിലായിട്ട് കാണുന്ന 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു നീണ്ട ലിസ്റ്റ് കാണിക്കും. ആ ലിസ്റ്റിൽ ഫൈൻഡ് ഇൻ പേജ് എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇത് കൊടുക്കുന്ന സമയത്ത് ഇവിടെ നമ്മുടെ വർക്ക് കോഡാണ് ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത്. നിങ്ങൾക്ക് നിങ്ങളുടെ വർക്ക് കോഡ് അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ തൊഴിൽ കാർഡ് നമ്പർ വെച്ച് ആ വർക്ക് കോഡ് ആദ്യം കണ്ടുപിടിക്കുക. അതിനുശേഷമാണ് ഈ റിപ്പോർട്ട് എടുക്കേണ്ടത്. നിങ്ങളുടെ വർക്ക് കോഡ് ടൈപ്പ് ചെയ്യുന്ന സമയത്ത് ആ വർക്ക് കോഡ് ഇവിടെ സെലക്ട് ആയതായിട്ട് കാണാം. കറക്റ്റായിട്ട് ആ വർക്ക് കോഡിൽ തന്നെ അടുത്ത് ക്ലിക്ക് ചെയ്യേണ്ടതാണ്. ഇനി ഓപ്പണായി വരുന്ന വിൻഡോയിൽ നിങ്ങളുടെ വർക്ക് കോഡും വർക്കിൻ്റെ പേരും കറക്റ്റാണോ എന്നുള്ളത് ഒന്നുകൂടി ചെക്ക് ചെയ്ത് നോക്കുക. നിങ്ങളുടെ സ്പിൽ ഓവർ വർക്കിൽ എത്ര മാൻഡേറ്റ്സ് ആയി എന്നുള്ളത് ഇവിടെ എഴുതി കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ ടോട്ടൽ എക്സ്പെൻഡിച്ചറും. നിങ്ങളുടെ ഓരോ മസ്റ്റോളിലും എത്ര മാൻഡേറ്റ്സ് ആയി എന്നുള്ളതും നമുക്ക് ഈ റിപ്പോർട്ടിൽ നിന്നും അറിയാൻ പറ്റും. മാൻഡേറ്റ്സ് കൂടുതൽ ചെയ്യാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് എല്ലാ മേറ്റുമാരും കൃത്യമായിട്ട് ഈ റിപ്പോർട്ടൊക്കെ എടുത്ത് നോക്കി നിങ്ങൾക്ക് തന്നിട്ടുള്ള എസ്റ്റിമേറ്റഡ് മാൻഡേറ്റ്സിൽ നിന്നും ഈ റിപ്പോർട്ടിൽ കാണിക്കുന്ന മാൻഡേറ്റ്സ് കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കിനി എത്ര മാൻഡേറ്റ്സ് ഉണ്ട് എന്നുള്ളത് അറിയാൻ പറ്റും. ഒരു കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക. ഓരോ ആഴ്ചയിലെയും മസ്റ്റ്രോൾ തീർന്നു കഴിഞ്ഞ് അതിന് പേയ്മെൻറ്റ് നൽകിയാൽ മാത്രമേ ഈ റിപ്പോർട്ടിൽ അപ്ഡേറ്റ് ആവുകയുള്ളൂ.